Good morning and welcome to Doctor's Talk once again. ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്കിൽ എന്നോടൊപ്പം ഡോക്ടർ ശ്രീകുമാർ, എറണാകുളത്ത് കാക്കനാടും തിരൂരുമുള്ള ഡോക്ടർ ശ്രീകുമാർ ഹോമിയോപ്പതിക് ക്ലിനിക്കിലെ ഫിസിഷ്യനാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ ശല്യപ്പെടുത്തുന്ന ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ്. അതൊരു ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു ജീവഹാനി സംഭവിക്കുന്ന വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയോ ചെയ്യുന്ന ഒരു രോഗമല്ല. പക്ഷേ നമ്മളെ വേണമെങ്കിൽ നമ്മുടെ ദൈനംദിന ഒരു ഡെയിലി ആക്ടിവിറ്റീസിനെ തന്നെ മുടക്കി നമ്മളെ വീട്ടിലിരുത്താവുന്ന തരത്തിൽ വേണമെങ്കിൽ പ്രശ്നമുണ്ടാക്കാവുന്ന ഒരു രോഗാവസ്ഥയാണ്. നമ്മുടെ വലിയ ബിഗ് ജോയിൻസിനെ എഫക്റ്റ് ചെയ്യുന്നൊരു സന്ധിവാദമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്താണ്, അതിൻ്റെ സിംറ്റംസ് എന്താണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, ഹോമിയോപ്പതി എന്ന് പറയുന്ന വൈദ്യശാസ്ത്ര ശാഖയ്ക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ എന്താണ് സംഭാവന ചെയ്യാൻ കഴിയുക, ഇതാണ് ഡോക്ടറോട് സംസാരിക്കാൻ പോകുന്നത്. ഗുഡ് മോർണിംഗ് ഡോക്ടർ ശ്രീകുമാർ. ഗുഡ് മോർണിംഗ്. ഞാൻ പറഞ്ഞു നമ്മുടെ വിഷയം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന സന്ധിവാദം എന്ന് പറയുന്ന രോഗമാണ് നമ്മുടെ വിഷയം. എന്താണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. യെസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാദം ജോയിൻസിനെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗാവസ്ഥയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. അതിൻ്റെ പ്രധാന കാരണം ഈ ജോയിൻസ് എന്ന് പറയുമ്പോൾ രണ്ട് ബോൺ വന്ന് ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് അതിൻ്റെ ഇൻ ബിറ്റ്വീനുള്ള കാർട്ടിലേജ് അതൊരു കുഷൻ ഇഫക്റ്റ് കൊടുക്കും. ഈ കാർട്ടിലേജാണ് ശരിക്കും ജോയിൻസിലൊരു ഫ്രിക്ഷൻലെസ് മൂവ്മെൻറ്റ് തരുന്നത്. ഈ കാർട്ടിലേജസ് ആണ്. ഈ കാർട്ടിലേജസിന് അതിൽ വേറെ ടയർ വരുമ്പോഴും അതിൽ സ്ട്രെസ് വരുന്ന സമയത്തും അതിൻ്റെ ആ സ്മൂത്ത് സർഫസ് ആദ്യം റഫായി പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് കംപ്ലീറ്റ്ലി വോൺ ഔട്ട് ആവും. അപ്പോൾ അതുണ്ടാക്കുന്ന പെയിൻ, സ്വെല്ലിങ്, ഈ അവസ്ഥ തന്നെയാണ് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയണത്. ഓക്കെ, ഈ ഓസ്റ്റിയോ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ കാർട്ടിലേജ്, ബോണിൻ്റെ രണ്ട് ബോൺസിൻ്റെ ഇടയിൽ വരുന്ന കാർട്ടിലേജ്, അതായത് ബോണിന് ഒരു ഫ്രിക്ഷൻലെസ് മൂവ്മെൻറ്റിന് ഒരു കുഷൻ എഫക്റ്റ് കൊടുക്കുന്ന സാധനത്തിന് തേയ്മാനം ഉണ്ടാകുമ്പോഴാണ് ഈ സാധനം വരുന്നത് പറഞ്ഞു. സ്വാഭാവികമായും തേയ്മാനം ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവും. എന്താണ് കാരണങ്ങൾ? പ്രധാന കാരണം വെയ്റ്റ് ബെയറിംഗ് ആണ്. വെയ്റ്റ് ബെയറിംഗ് ഉണ്ടാവുന്നത് പലപ്പോഴും ഒബീസ് ആയിട്ടുള്ള ആളുകളിൽ, പിന്നെ കാലം കൊണ്ടിട്ടുള്ള തേയ്മാനം, അതായത് മുതിർന്ന ആളുകളിലും പ്രായമുള്ള ആളുകളിലും, ഇവരിലൊക്കെയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അധികമായിട്ട് കാണുന്നത്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഏതൊരു ജോയിൻറ്റിലും വരാൻ സാധ്യതയുണ്ട്. കാരണം വേറെ ടയർ എവിടെയും വരാം. ഇപ്പോൾ കൈ കൊണ്ട് അധികം വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അയാളുടെ ഫിംഗേഴ്സിലായിരിക്കും വേറെ ടയർ അധികം കാണുക. പലപ്പോഴും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നമ്മൾ നീലാണ് പലപ്പോഴും ഈ ഫിംഗേഴ്സിൻ്റെ ഈ രണ്ട് ജോയിൻസിലും അത് സ്വെല്ലിങ് കാണാം, നോട്ട്സ് കാണാം. അതുപോലെ തന്നെ ഹാൻഡ് റിസ്റ്റിൽ കാണാം, ആങ്കിളിൽ കാണാം, സ്പൈനിൽ കാണാം. അപ്പോൾ വെയ്റ്റ് ബെയറിങ്ങും സ്ട്രെസ്സുള്ള ഏതൊരു ജോയിൻറ്റിലും കാലം കൊണ്ട് ഉണ്ടാകുന്ന വേറെ ടയർ കൊണ്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഇതൊരു പക്ഷേ ഒരു ജനറൽ പ്രാക്ടീഷണർക്ക് വരുന്ന 25% കേസസും ഓസ്റ്റിയോ ആർത്രൈറ്റിസോ അതുണ്ടാക്കുന്ന സിംറ്റംസോ ആയിട്ടായിരിക്കും പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുക. മുതിർന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ ശാരീരിക അസ്വസ്ഥ്യം മിക്കവാറും ഓസ്റ്റിയോ ജോയിൻറ്റ് പെയിൻസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ പറഞ്ഞു, ഒബീസ് ആയിരിക്കും, അല്ലെങ്കിൽ കൂടുതലുള്ള അമിതവണ്ണമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഓവറായിട്ട് വെയിറ്റ് ഉള്ള ആൾക്കാർക്കായിരിക്കും എന്ന് പറഞ്ഞു. വേറെ ഈ വെയിറ്റ് കൂടുതൽ എന്നുള്ള അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവില്ലേ ഇതിന്? ഇപ്പം വളരെ ചെറുപ്പത്തിൽ തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ചില ആളുകൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അവരോട് കൂടുതൽ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു വീഴ്ച, ഒരു സൈക്കിൾ ചെയ്യുമ്പോൾ ഉണ്ടായൊരു വീഴ്ച, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോൾ ഉണ്ടായൊരു വീഴ്ച, അന്ന് അത് ഒരു നീലൊരു ഇഞ്ചുറി ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ഇഞ്ചുറി കാരണം ഏതെങ്കിലും ഒരു മെനിസ്കസോ അതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു ലിഗമെൻറ്റോ അതിനൊരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല. അപ്പം അത് കാരണം മറ്റുള്ള ഭാഗങ്ങളിലായിരിക്കും കൂടുതൽ വെയിറ്റും ബാലൻസ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അവിടെ കൂടുതൽ വേറെ ടയറിനുള്ള ചാൻസസ് ആണ്. അപ്പോൾ കൂടുതൽ മുതിർന്ന ആളുകളിലും പ്രായമുള്ള ആളുകളാണ് വരിക എന്നുണ്ടെങ്കിൽ കൂടിയും യങ്സ്റ്റേഴ്സിലും വരാം ഫ്രം ഇഞ്ചുറി. ഇതിന് പുറമെ സ്ത്രീകളിലാണ് സാധാരണ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കൂടുതലായിട്ട് കാണാറ്. അതിന് പ്രധാന കാരണം അറിയാം, ഒരു മെനോപോസ് കഴിയുന്ന സമയത്ത് അവർക്ക് അത് കാരണമൊക്കെ സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ സ്പോർട്സ്, ഒരു കോമ്പറ്റീറ്റീവ് സ്പോർട്സ് ഒക്കെ ചെയ്യുന്ന ആളുകളിൽ കൂടുതലായിട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസിനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ജന്മന ചില ആളുകൾക്ക് ചില ബോൺസിനും ലിഗമെന്റ്സിനും ഒക്കെ വൈകല്യമുള്ള ആളുകളുണ്ട് ജന്മന. അപ്പോൾ അവരിലും ഈ വേറെ ടയറിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ ഇത്തരം സിംറ്റംസ് ഉള്ള ആൾക്കാരെ സ്വാഭാവികമായും നമുക്ക് ഒരു ഡോക്ടറെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ചില പരിശോധനകളിലൂടെയാണല്ലോ ഈ രോഗത്തിന്റെ സ്ഥിതി എന്താണ്, അല്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നമ്മൾ അസസ് ചെയ്യുന്നത്. ഇതിനകത്ത് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്ന ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാവാം? ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം 40 years ഉള്ള 90% ആളുകളിലും
ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ സിംറ്റംസ് കണ്ടു തുടങ്ങുന്ന പറയണത്. ഒരു പക്ഷേ സിംറ്റംസ് ആയിരിക്കില്ല, ഒരു എക്സ്റേ എടുക്കുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ചേഞ്ചസ് ആയിരിക്കും. അപ്പോൾ ഏർലി ഡിറ്റക്ഷൻ ഏറ്റവും നല്ലൊരു ഉപാധി തന്നെയാണ് എക്സ്റേ. കാരണം അവിടെ സിംറ്റംസ് ഉണ്ടാവില്ല. ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം സ്റ്റിഫ്നെസ് ആയിരിക്കും. പല പേഷ്യൻസും സ്റ്റിഫ്നെസ് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. സ്റ്റിഫ്നെസ് ഒരു മോർണിംഗ് സ്റ്റിഫ്നെസ് ആയിരിക്കും, കാലത്തൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ്, അത് കഴിഞ്ഞ് അത് കഴിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവരത് ബോധേഡല്ല. പിന്നെ ലേറ്റർ ഇത് പെയിൻ വരുന്നു, അവരുടെ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്സിനെ ബാധിക്കുന്നു. റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്സിനെ ബാധിക്കുമ്പോഴാണ് പലപ്പോഴും ഡോക്ടർ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിരിക്കും. ഇതാ സ്റ്റിഫ്നെസ് ഉള്ള സമയത്ത് തന്നെ ഒരു പേഷ്യൻ്റ് ഡോക്ടറെ അടുത്ത് വരികയാണെങ്കിൽ ഒരു എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് അറിയാം അത് തുടങ്ങണു. ആ സമയത്ത് ഒരു ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ക്യൂർ തന്നെ നമുക്ക് അവിടെ നടത്താൻ പറ്റും ഏർലി സ്റ്റേജിൽ. അപ്പോൾ എക്സ്റേ ഒരു ഡെഫിനറ്റ് ഇൻവെസ്റ്റിഗേഷനാണ്. സെക്കൻഡ് തിങ് ബ്ലഡ് റൊട്ടീൻ. പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പലപ്പോഴും ഡയബറ്റിക് പേഷ്യൻസിനും അല്ലെങ്കിൽ സെക്കൻഡറി ടു റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഗൗട്ട്, ഹൈപ്പർ യൂറിസീമിയ, അപ്പോൾ യൂറിക് ആസിഡ് കൂടിയ കേസാണോ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടോ, ഡയബറ്റിസ് ഉണ്ടോ, ഇതൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് ബ്ലഡ് പരിശോധന നല്ലതാണ്. പിന്നെ ചില അഡ്വാൻസ് കേസിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ പലപ്പോഴും ഇൻഫ്ലമേഷൻ കുറവായിരിക്കും. അപ്പോൾ അഡ്വാൻസ്ഡ് കേസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്ന് അറിയാൻ ഈവൻ ജോയിൻറ്റ് ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് പോലും നല്ലതായിരിക്കും. ഡോക്ടർ, ഇപ്പം നമ്മൾ തൊട്ട് മുമ്പത്തെ ചോദ്യം, അതായത് ഇൻവെസ്റ്റിഗേഷൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ 1-2 പ്രാവശ്യം സ്ട്രെസ് ചെയ്ത് പറഞ്ഞൊരു കാര്യം, ഈ അസുഖം ഏർലി ആയിട്ട് കണ്ടുപിടിക്കുകയാണ്, നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു ക്യൂറിന് തന്നെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഏർലി ആയിട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡോക്ടർക്ക് അസുഖം നേരത്തെ കണ്ടുപിടിക്കണമെങ്കിൽ പേഷ്യൻ്റ് വരണം. അപ്പോൾ പേഷ്യൻ്റ് വരണമെങ്കിൽ പേഷ്യൻറ്റിന് തോന്നണം ഇതൊരു അസുഖത്തിൻ്റെ സിംറ്റം ആണെന്ന്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ഏറ്റവും ഏർലി ആയിട്ട് മനസ്സിലാക്കേണ്ട സിംറ്റംസ് എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിഫ്നെസ് തന്നെയാണ് ഏർലി സിംറ്റം. ദാറ്റ് ഈസ് മോർണിംഗ് സ്റ്റിഫ്നെസ്, അല്ലെങ്കിൽ ഇനാക്ടിവിറ്റി സ്റ്റിഫ്നെസ് എന്ന് പറയും. ഒരാളൊരു കുറച്ച് നേരം ഇനാക്റ്റീവായിട്ട് ഇരുന്നിട്ട് എണീക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സ്റ്റിഫ്നെസ്, അത് പലപ്പോഴും ഡിറ്റക്റ്റ് ചെയ്യില്ല പേഷ്യൻസ്. അപ്പോൾ ആ ഒരു അറിവുണ്ടെങ്കിൽ ഈ സ്റ്റിഫ്നെസ് ആണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ തുടക്കം എന്നുള്ള ഒരു ബോധം പേഷ്യൻസിന് വന്നു കഴിഞ്ഞാൽ ഒരു ഏർലി ഡിറ്റക്ഷൻ അതൊരു സഹായം. അപ്പോൾ ഈ ഏർലി സിംറ്റം എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ്. നെക്സ്റ്റ് വൺ ഈസ് പെയിൻ. ഈ സ്റ്റിഫ്നെസ് മാറി കുറച്ച് കഴിയുമ്പോഴാണ് പെയിൻ വരുന്നത്. പെയിനും ഇതുപോലെ തന്നെ നടന്ന് തുടങ്ങുമ്പോഴായിരിക്കും വേദന. പിന്നീട് എല്ലാ മൂവ്മെൻറ്റും പെയിൻ ആയിരിക്കും. ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് പെയിൻ ഉണ്ടാവും, മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ ഉണ്ടാവും. അപ്പോൾ ലേറ്റർ സ്റ്റേജസിൽ പെയിൻ അഡ്വാൻസ് ചെയ്യും. ഇതിൻ്റെ കൂടെ തന്നെ ജോയിൻ്റ് സ്വെല്ലിങ് തുടങ്ങും. എഫ്യൂഷൻ കാരണം സ്വെല്ലിങ് തുടങ്ങും. സ്വെല്ലിങ് അധികമായി കഴിയുമ്പോൾ ജോയിൻസ് ഒക്കെ ഡിഫോംഡ് ആയിരിക്കും, ജോയിൻ്റെ ഷേപ്പ് തന്നെ മാറും. ഓക്കെ, ഈവൻ നമുക്ക് തൊടുമ്പോൾ പോലും പെയിൻ, ദറ്റ് ഈസ് ടെൻഡേർനെസ് ഉണ്ടാവും. ആ സ്റ്റേജ് എത്തുമ്പോഴേക്കൊക്കെ മിക്കവാറും പേഷ്യൻ്റ് ഡോക്ടറെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. മിക്കവാറും നമുക്ക് ആ ഒരു സ്റ്റേജിൽ നിന്ന് മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് ഡിസീസ് പ്രോഗ്രസ് ഒക്കെ തടഞ്ഞ് പേഷ്യൻറ്റിനെ ഒരു പരിധി വരെ മുമ്പുള്ള പോലെ തന്നെ ആക്കിയെടുക്കാൻ പറ്റും. അതിൽ മരുന്നുകൾ മാത്രം പോരാ, സം മോഡിഫിക്കേഷൻസ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആവശ്യമാണ്. അതെന്തൊക്കെയായിരിക്കും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്? കാരണം ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ പ്രധാന കാരണം ഒബീസിറ്റിയാണ്. ഫസ്റ്റ് വൺ ഈസ് റെഡ്യൂസ് ദ വെയിറ്റ്, വണ്ണം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഒരു 5 to 6 kilograms വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 80% ഓഫ് ദ സിംറ്റംസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ വെയിറ്റ് റിഡക്ഷന് ഏറ്റവും നല്ലത് ഡോക്ടറുടെ അഡ്വൈസ് ചോദിച്ചിട്ട്, കാരണം ഓരോ പേഷ്യൻറ്റിനും ഓരോ രീതിയായിരിക്കും വെയിറ്റ് കുറയ്ക്കാൻ ആവശ്യം. ഒരു പക്ഷേ ഒരു ജനറ്റിക് ആയിട്ട് വെയിറ്റ് ഒരുപാട് ഒബീസ് ആയിട്ടുള്ള ആളായിരിക്കും. എപ്പോഴും നമ്മളൊരു ഡിസൈഡ് വെയിറ്റ് ഉണ്ടല്ലോ, ഒരു ഏജ് ഹൈറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഡിസൈഡ് വെയിറ്റിനേക്കാളും 10% കുറച്ച് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലത്. പിന്നെ വെയിറ്റ് റിഡക്ഷന് എക്സസൈസ് ആയിരിക്കും നല്ലത്. അതിപ്പോൾ ഒരു നീ ജോയിൻറ്റ് പെയിൻ ഒക്കെ ആണെങ്കിൽ, നീ ജോയിൻറ്റ് ഒരുപാട് സ്വെല്ല് ചെയ്ത കേസൊക്കെ ആണെങ്കിൽ എക്സസൈസ് എന്ന് പറയുമ്പോൾ സ്വിമ്മിങ് ആയിരിക്കും ഏറ്റവും നല്ലത്. വാക്കിംഗ് എന്ന് പറയുമ്പോൾ പിന്നെയും അത് വേറെ ടയറിന് ചാൻസസ് കൂടുതലാണ്. ഈവൻ അവർക്കൊരു 20 to 30 minutes വാക്കിംഗ് നല്ലതാണ് ഒരു ലെവൽ സർഫസിൽ. കാരണം നടക്കുന്ന സമയത്തായിരിക്കും ഈ ജോയിൻറ്റിൽ ബ്ലഡൊക്കെ ഒരു പമ്പിങ് ആക്ഷൻ കിട്ടിയിട്ട് ഓരോ കാർട്ടിലേജിൻ്റെ ഇഞ്ചുറീസിനൊക്കെ ഹീൽ ചെയ്യാനുള്ളൊക്കെ ചാൻസ്, റിപ്പയറിനുള്ള സാധ്യത കൂടും. അപ്പോൾ ഒരു കംപ്ലീറ്റ് റെസ്റ്റ് ആവശ്യമില്ല. ഒരു പുതിയൊരു പെയിൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേറെ ടയർ കൂടുതലാണെന്ന് അർത്ഥം. അപ്പോൾ ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു, മുമ്പുള്ള പെയിനിനെക്കാട്ടിലും കൂടുതലായിട്ട് പുതിയൊരു വേദന ജോയിൻറ്റിൽ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ആ എക്സസൈസ് ശരിക്കും അയാൾക്ക് നല്ലതല്ല. അപ്പോൾ ആ ഒരു സ്റ്റേജ് അത്ര മതി, അതായിരിക്കണം ലിമിറ്റ്. അപ്പോൾ ജനറലി സ്വിമ്മിങ്, സൈക്ലിംഗ് അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ജോഗിങ്ങിൻ്റെ ആവശ്യമില്ല, സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് കുറയ്ക്കാം.
ഇങ്ങനെയുള്ള എക്സസൈസ് ഒരു പരിധി വരെ വെയിറ്റ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും. ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അതുപോലെ തന്നെ എക്സസൈസ് അതിൻ്റെ കൂട്ടത്തിൽ വരാവുന്ന ഒരു കാര്യമായിരിക്കാം ഒരുപക്ഷെ ആഹാരത്തിൽ വരുത്താവുന്ന ഒരു നിയന്ത്രണം. ഈ വണ്ണം കുറയ്ക്കണമെങ്കിൽ അത് ആവശ്യമാണല്ലോ, അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറയാം. ഇപ്പോൾ നമുക്കറിയാം ഹൈ കലറി ഫുഡ്, നമ്മൾ ഒരു ദിവസം സുമാർ 1800 കലറീസ് ഒക്കെയാണ് നമുക്ക് മാക്സിമം സ്പെൻഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മളൊരു 2500 കലറീസിൻ്റെ ഫുഡ് കഴിച്ചാൽ ഓരോ ദിവസം നമ്മളൊരു 600-700 കലറീസ് എക്സ്ട്രയാണ് കഴിക്കുന്നത്. ഇതൊക്കെ ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. പിന്നെ ഒബീസിറ്റിയിൽ വേറൊരു പ്രശ്നം, ഈ ഒബീസിറ്റി കാരണം വെയിറ്റ് ബെയർ ചെയ്തിട്ടുണ്ടാവുന്ന ജോയിൻറ്റ് വെയർ ആൻഡ് ടയറിന് പുറമെ ഈ ഒബീസ് പേഷ്യൻസിലുള്ള ഫാറ്റ് മോളിക്യൂൾസ് അതും ജോയിൻറ്റിൻ്റെ അകത്ത് ഇൻഫ്ലമേഷൻ ഒരു കാരണമാണ്. അപ്പോൾ ഒബീസിറ്റി ശരിക്കും എന്തായാലും കൺട്രോൾ ചെയ്യേണ്ട കാര്യം. ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡെഫിനറ്റ്. ഈ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ അതിൻ്റെ സിംറ്റംസിനെ കുറിച്ച് പറഞ്ഞു, ഏർലി ഡിറ്റക്ഷനെ കുറിച്ച് പറഞ്ഞു. ഇതിനി അഥവാ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോയിൻറ്റ് സ്റ്റിഫ്നെസ് ആകുമ്പോഴോ അല്ലെങ്കിൽ ജോയിൻറ്റ്സിന് വേദന ഉണ്ടാകുമ്പോഴോ അത് തിരിച്ചറിയുകയോ അല്ലെങ്കിൽ തിരിച്ചറിയാതിരിക്കുകയോ ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും പേഷ്യൻറ്റിന് സംഭവിക്കാൻ പോകുന്നത്? ഒരു കംപ്ലീറ്റ്ലി ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പരിധി വിട്ട് ഡിസീസ് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു തെറാപ്യൂട്ടിക്സിൻ്റെ ഒരു സ്കോപ്പ് അവിടെ കുറയുകയാണ്. ഇപ്പം നീലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ റീപ്ലേസ്മെൻറ്റുകളുടെ ഒരു കാലമാണ്. അപ്പോൾ നമ്മളത് പറയുമെങ്കിൽ കൂടിയും അതിലേക്ക് പോവാതെ ഏർലി ഡിറ്റക്ഷൻ കൊണ്ടും അതിനുശേഷം ഒരു നല്ലൊരു ഹോമിയോപ്പത്തിക് ട്രീറ്റ്മെൻറ്റിന് കണ്ടിന്യൂസ് ഒരു ട്രീറ്റ്മെൻറ്റ് പോവുകയാണെങ്കിൽ ഒരു 90% കേസസിലും ഒരു നീ റീപ്ലേസ്മെൻ്റ് ഒന്നും പോവാതെ തന്നെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു അഡ്വാൻസ്ഡ് കേസ് ആണെങ്കിൽ പലപ്പോഴും ഒരു തെറാപ്യൂട്ടിക്സിൻ്റെ സ്കോപ്പ് അവിടെ കുറയും, ലിമിറ്റഡ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഹോമിയോപ്പതി എന്ന് പറയുന്ന വൈദ്യശാസ്ത്ര ശാഖ ഈ അസുഖത്തെ എങ്ങനെ സമീപിക്കുന്നു? ഹോമിയോപ്പതി നമുക്കറിയാം, നമ്മൾ രോഗിയെയാണ് ചികിത്സിക്കുന്നത്, രോഗത്തെയല്ല. ഇപ്പോൾ ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒരു പേഷ്യൻ്റ് വരുന്ന സമയത്ത് അയാളുടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ എന്തുകൊണ്ട് ഇയാൾക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഇത്ര നേരത്തെ വന്നു, അതിലെന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരുന്നു, അയാൾക്ക് ബാക്കിയുള്ള സിംറ്റംസ് എന്തൊക്കെ, ഹിസ്റ്ററിയിൽ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് ഇയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണ്, അപ്പോൾ ഇയാളെപ്പറ്റി ഒരു ഹോളിസ്റ്റിക് ആയിട്ട് പഠിച്ച് അതിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കുന്നത്. ഓക്കെ, ഈ ഓസ്റ്റിയോ ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഹോമിയോപ്പതിയിലേക്ക് നമ്മൾ വന്നെങ്കിൽ ഒന്ന് വഴിമാറി ചോദിച്ചോട്ടെ. ഈ പലപ്പോഴും ജോയിൻറ്റിന് വരുന്ന വേദനകളും സ്റ്റിഫ്നെസ്സുകളും തണുപ്പ് കാലാവസ്ഥയിൽ കൂടുന്നതായി നമ്മൾ കാണാറുണ്ടല്ലോ. ചൂട് കാലാവസ്ഥ ഇല്ലാത്തടത്തോളം രീതിയിൽ കൂടുതൽ സിംറ്റംസിൻ്റെ കൂടുതലുണ്ടാവും, അതിൻ്റെ ഒക്കറൻസ് കൂടുതലായിരിക്കും. അതെന്താണ് ഈ തണുപ്പും ഇതുമായിട്ടുള്ള ബന്ധം എന്താണ്? തണുപ്പ് ഉണ്ടാകുമ്പോൾ ജനറലി ബ്ലഡ് വെസൽസ് ഒക്കെ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യും, ബ്ലഡ് ഫ്ലോ കുറയും. അപ്പോൾ അവിടെയുള്ള ഇപ്പോൾ നമുക്കറിയാം പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണ് പെയിന് പലപ്പോഴും കാരണം. അപ്പോൾ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഈസിലി അവിടെ നിന്ന് അങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്ത് പോവില്ല. ബ്ലഡ് ഫ്ലോ നന്നായിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മളൊരു ഹോട്ട് ഫോർമെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റിലീഫ് ഉണ്ടാവുന്നത്. അപ്പോൾ സ്റ്റിഫ്നെസ്സിനും പെയിനും ഹോട്ട് ഫോർമെൻറ്റേഷൻ കാരണം റിലീഫ് ഉണ്ടാവും. അതുപോലെ തന്നെ തണുപ്പ് അപ്ലൈ ചെയ്താലും ഒരു പരിധി വരെ വേദന കുറയും. അവിടെ മസിൽ സ്പാസംസ് ആണ് റിലീവ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ഈ വിൻ്ററിലൊക്കെ പൊതുവെ ജോയിൻറ്റ് പെയിൻസിലെ കേസസ് ധാരാളം വരും. തണുപ്പ് മഴക്കാലത്ത് വരാറുണ്ട്. ചില ആളുകൾ നേരത്തെ വരും, ഇനി മഴക്കാലമാണ് വരാൻ പോകുന്നത് ഡോക്ടറെ, നേരത്തെ മരുന്ന് വാങ്ങി പ്രിവെന്റീവ് അല്ലേ? അതെ, അവർക്കറിയാം. ഈ ഹോമിയോപ്പതി എന്ന് പറയുന്ന വൈദ്യശാസ്ത്രം ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ ട്രീറ്റ്മെന്റിൽ അതിന്റെ ഒരു സാധ്യത എന്താണ്? എത്രത്തോളം നമുക്കത് കൺട്രോൾ ചെയ്യാനും എത്രത്തോളം നമുക്ക് ട്രീറ്റ് ചെയ്യാനും പറ്റുമോ? അതെ, ഈ ഹോമിയോപ്പതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അലോപ്പതിയിൽ മീൻസ് ബാക്കി സിസ്റ്റത്തിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനാണ് ട്രീറ്റ്മെൻറ്റ്. അപ്പം അതിനുള്ള മെഡിസിൻസാണ് അവർക്കുള്ളത്. അപ്പം ഹോമിയോപ്പതിയിലുള്ള മെഡിസിൻസിന് ഓരോ ടിഷ്യൂസിനോട് അഫിനിറ്റി ഉള്ള മെഡിസിൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മസ്കുലർ ടിഷ്യൂസിനോട് അഫിനിറ്റി ഉള്ള ഡ്രഗ്സ്, ലിഗമെൻസിനോട് അഫിനിറ്റി ഉള്ള ഡ്രഗ്സ് ഉണ്ട്, ടെൻഡൻസിനോട് അഫിനിറ്റി ഉള്ള ഡ്രഗ്സ് ഉണ്ട്, കാർട്ടിലേജിനോടുള്ളതുണ്ട്, ബോൺസിനോടുള്ളതുണ്ട്. അപ്പോൾ നമുക്കൊരു കേസിൽ ഏത് ടിഷ്യൂസിനാണ് കൂടുതൽ ഡാമേജ് ഉണ്ടായിട്ടുള്ളത് നോക്കിയിട്ട് അതിന് അഫിനിറ്റി ഉള്ള ഡ്രഗ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് നമുക്ക് കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കാർട്ടിലേജസിൻ്റെ വെയർ ആൻഡ് ടയർ ആണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ കാരണമെങ്കിലും അഡ്വാൻസ് ചെയ്ത് കഴിയുമ്പോൾ ഈ കാർട്ടിലേജിൻ്റെ തൊട്ട് താഴെയുള്ള ബോൺ, ദാറ്റ് ഈസ് സബ് കോൺട്രൽ പാർട്ട്, അതിൽ തിക്കനിങ്ങും അതിൽ സിസ്റ്റ് ഫോർമേഷനും അതിൽ ഓസ്റ്റിയോഫൈറ്റ്സ് അതിൽ ബോൺ സ്പേഴ്സ് വരുന്നതൊക്കെ കാണാം. അപ്പോൾ ഓരോ ഡിസീസിൻ്റെ ഓരോ സ്റ്റേജസിനനുസരിച്ച് ഡിഫറെൻറ്റ് മെഡിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതൊരു പക്ഷേ ഹോമിയോപ്പതിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയായിരിക്കും. ബാക്കിയെല്ലാം നമുക്കിപ്പോൾ ബാക്കിയെല്ലാ സിസ്റ്റത്തിലും ആ സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പോൾ പെയിൻ കൂടിയതാണെങ്കിൽ ഒരു പെയിൻ കില്ലർ. ഹോമിയോപ്പതിയിൽ ഒരിക്കലും ഒരു പെയിൻ കില്ലർ ഇല്ല.
പെയിൻ കില്ലേഴ്സ് നമുക്കറിയാം, പെയിൻ കില്ലർ എന്ന് പറയുമ്പോൾ അത് എന്തിനോ കില്ല് ചെയ്യാണ്. അപ്പോൾ അത് കുറച്ച് സൈഡ് ഇഫക്ട്സ് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാക്കും. ഹോമിയോപ്പതിയിൽ മാത്രമാണ് പെയിൻ കില്ലർ ഇല്ലാതെ നമുക്ക് പെയിൻ റിലീവ് ചെയ്യാൻ സാധിക്കുന്ന സിസ്റ്റം ഹോമിയോപ്പതി മാത്രമായിരിക്കും. ഡോക്ടർ ഇപ്പം അവസാനം പറഞ്ഞു നിർത്തിയപ്പോൾ ഹോമിയോപ്പതിയുടെ മാത്രം പ്രത്യേകതയാണ് എന്ന് പറഞ്ഞ് പെയിൻ കില്ലേഴ്സ് കൊടുക്കാതെ പെയിനെ റിലീവ് ചെയ്യാൻ പറ്റുന്ന മരുന്നുകളുണ്ട് എന്ന് പറഞ്ഞു. അതെ, ഇതുപോലെ എനിക്ക് തോന്നുന്നു കുറച്ചധികം പ്രത്യേകതകളുള്ള ഒരു ചികിത്സാശാസ്ത്രമാണ് ഹോമിയോപ്പതി. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഇൻഡിവിജ്വലൈസ്ഡ് അപ്രോച്ചാണ്, ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. പിന്നെ അതിലെ മരുന്നുകളാണെങ്കിൽ 100% നാച്ചുറലാണ്, നാച്ചുറൽ സോഴ്സസ് നിന്ന് കിട്ടുന്ന മെഡിസിൻസ് ആണ്. സെക്കൻഡ് തിങ്, താരതമ്യേന ഏറ്റവും സൈഡ് ഇഫക്ട്സ് കുറഞ്ഞൊരു ചികിത്സാ രീതി ഇന്ന് ഹോമിയോപ്പതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അതൊരു ഗ്ലോബലി ഇറ്റ് ഈസ് സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് സിസ്റ്റമായിട്ട് മാറിയിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് ആണ്. ഈ ലെസ് എക്സ്പെൻസീവ് ആവാൻ എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻ്റെ വോളിയം ഓഫ് മെഡിസിൻ വളരെ കുറവായിരിക്കും. കാരണം സിംഗിൾ റെമഡിയാണ്, മിനിമം ഡോസേജ് ആണ്, അതുകൊണ്ട് തന്നെ ലെസ് എക്സ്പെൻസീവ് ആവും. സെക്കൻഡ് തിങ്, ഹോമിയോപ്പതി ഡോക്ടേഴ്സ് പേഷ്യൻറ്റിനെ കുറച്ചും കൂടി അടുത്തറിയണ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സാണ്. അപ്പോൾ അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഫൈനാൻഷ്യൽ സെറ്റപ്പ്, ഇതൊക്കെ ആ ഡോക്ടർക്ക് കുറച്ച് നന്നായിട്ട് ബാക്കി, കാരണം മറ്റുള്ള ശാസ്ത്രത്തിൽ അവർ പേഷ്യൻറ്റിൻ്റെ ഡിസീസിനെ മാത്രമാണ് കെയർ ചെയ്യണത്. അപ്പോൾ ഇതിൽ പേഷ്യൻറ്റും കൂടെ ഒരു കൺസേൺ ആയ കാരണം അപ്പോൾ ഈ പേഷ്യൻറ്റിന് എത്രത്തോളം എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ഹോമിയോപ്പതി ഡോക്ടർക്ക് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരെക്കാട്ടിലും ഒരു കൺസേൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനാവശ്യ ഇൻവെസ്റ്റിഗേഷൻസ് പലപ്പോഴും ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെ അടുത്ത് നിന്ന് ഉണ്ടാവാറില്ല. കാരണം ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഡിറ്റക്ട് ചെയ്യാൻ ഒരു MRI സ്കാനിൻ്റെയോ ഒന്നും പലപ്പോഴും ആവശ്യമില്ല. സിംറ്റംസ് തന്നെ ധാരാളമാണ് അയാൾക്കൊരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടെന്ന് അറിയാൻ. ഇപ്പോൾ ഒരു MRI സ്കാൻ എടുത്തിട്ട് നമുക്കൊരു പുതിയ മരുന്ന് അതിൽ എഴുതാനും ഇല്ല. അപ്പോൾ പാപ്പം ഇവരെ ടാക്സ് ചെയ്യാതെ അല്ലേ, മിനിമം ഏറ്റവും കുറഞ്ഞൊരു എക്സ്പെൻസിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് ഹോമിയോപ്പതി തന്നെയാണ് ഇന്ന് ലോകത്തിൽ തന്നെ ഉള്ളൊരു സിസ്റ്റം. അതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റവും ജനകീയമായിട്ടുള്ള സിസ്റ്റമായി മാറിയതും. ജനകീയമാവുന്നത് ഇപ്പോൾ ഹോമിയോപ്പതി ഡോക്ടർ വിചാരിച്ചാൽ ജനകീയമാക്കാനൊന്നും പറ്റില്ല. അത് ജനങ്ങൾ ഉൾക്കൊണ്ട്, ജനങ്ങൾ അതിൽ വിശ്വാസം അർപ്പിച്ച്, കൂടുതൽ ജനങ്ങൾ അത് സ്വീകരിച്ചിട്ട് അതിൻ്റെ വിജയം വന്നതന്നെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈയിടെ ഹോമിയോപ്പതിക്കെതിരെ എത്ര വിമർശനങ്ങളാണ്. ഹോമിയോപ്പതി എന്ന് പറയുന്നത് വിമർശിക്കാനുള്ള ഒരു വൈദ്യശാസ്ത്രമായിട്ടാണ് മാറിയിട്ടുള്ളത്. വിമർശനം ഉണ്ടാവുന്ന എപ്പോഴാണ് ഒരു സിസ്റ്റം മഹത്വമാകുമ്പോൾ തന്നെ വിമർശനം വരുന്നത്. ഇപ്പൊ ആർക്കൊക്കെയോ ഹോമിയോപ്പതി ഒരു ത്രെട്ടായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പൊ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ഈ വിമർശനം കണ്ടിട്ട് ഒരു നിലയ്ക്കും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഈ സിസ്റ്റം ഹാസ് ഇവോൾവ്ഡ്. ഇനി അത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഇന്നത് ലോകത്തിലെ സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് സിസ്റ്റമാണ്. നാളെ അത് ഡെഫിനറ്റ് ആയിട്ടും ലോകത്തിലെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ആയിട്ട് മാറും. നാളെ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഒരു 100 years അപ്പുറമായിരിക്കാം. കാരണം ഇന്ന് ഹോമിയോപ്പതിയിൽ നടക്കുന്ന റിസർച്ച് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടാണ് റിസർച്ച് നടക്കുന്നത്. കാരണം നാനോ ടെക്നോളജി ഉപയോഗിച്ചാണ് ഹോമിയോപ്പതി മെഡിസിൻസിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ കണ്ടുപിടിക്കുന്നത്. ഓൾമോസ്റ്റ് IIT ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെ സയൻറ്റിസ്റ്റ് അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തായാലും ഹോമിയോപ്പതി ഇപ്പോഴുള്ള പ്രശ്നം അതാണ്, ഹോമിയോപ്പതി മെഡിസിൻ്റെ മെത്തേഡ് ഓഫ് ആക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇന്നത്തെ പ്രശ്നം. അപ്പോൾ അത് ഓൾറെഡി സയൻറ്റിഫിക് ലോകം അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ അത് വരുന്നതോട് കൂടിയിട്ട് within 100 years definitely homeopathy will be the first line of treatment. ഓക്കെ, അതങ്ങനെ നിൽക്കട്ടെ ഡോക്ടർ. ആത്മവിശ്വാസം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, ഹോമിയോപ്പതി മരുന്ന് കഴിക്കുമ്പോൾ പലപ്പോഴും ചില റെസ്ട്രിക്ഷൻസ്, ഇപ്പോൾ കാപ്പി കുടിക്കാൻ പാടില്ല, ചായ കുടിക്കാൻ പാടില്ല, അങ്ങനെ ചില എന്താ പറയുക ഒരു ബ്ലൈൻഡായിട്ട് ചില റെസ്ട്രിക്ഷൻസ് പറയുന്നതായി കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? ഇല്ല. ഹോമിയോപ്പതി മരുന്നിൽ ചില മരുന്നുകൾക്ക് ആൻറ്റിഡോട്ട്സ് ഉണ്ട്. ചില മരുന്നുകൾക്ക് കാപ്പി ആൻറ്റിഡോട്ട്, ചില മരുന്നുകൾക്ക് ഷെൽഫിഷ് ആൻറ്റിഡോട്ട്, ചില മരുന്നുകൾ ക്യാംഫർ ആൻറ്റിഡോട്ട്. ചില മരുന്നുകൾക്ക് ചിലത് ആൻറ്റിഡോട്ട്. ഇപ്പം ജനറലൈസ് ഇത് ഹോമിയോ ചികിത്സ ചെയ്യുമ്പോൾ കാപ്പി കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ അങ്ങനെ കാര്യമില്ല. ചില മരുന്നുകൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിപ്പോൾ നമുക്ക് ഡോക്ടറോട് ചോദിച്ചാൽ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻ ഏതൊക്കെ ആൻറ്റിഡോട്ട് എന്ന് ചോദിച്ചാൽ ഡോക്ടർക്ക് പറഞ്ഞു തരാൻ പറ്റും. അതുപോലെ തന്നെ പലപ്പോഴും ഈ മരുന്നുകളെല്ലാം കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്ന വെളുത്ത ഗുളിക അല്ലെങ്കിൽ വെളുത്ത പൊടി, അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന മരുന്നുകളെല്ലാം ഒന്നാണോ എന്നൊരു സംശയം പൊതുവെ ആൾക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും. ഹോമിയോപ്പതി അടുത്തറിയാവുന്നവർക്ക് ചിലപ്പോൾ അതുണ്ടാവില്ല. എന്നാലും അതൊന്ന് പറയാമോ? അതെ, അപ്പോൾ ഹോമിയോപ്പതി മെഡിസിൻ ആൽക്കഹോൾ ബേസ്ഡ് ആണ്. ആൽക്കഹോൾ ബേസ്ഡ് ആയ സാധനം നമുക്ക് പേഷ്യൻറ്റിന് ഡിസ്പെൻസ് ചെയ്യുമ്പോൾ അതിന് വെഹിക്കിൾ വേണം.
അല്ലെങ്കിൽ അത് വോളട്ടൈൽ അല്ല, അത് എപ്രൈസ് ചെയ്ത് പോകും. അപ്പോൾ അത് ഡിസ്പെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം അല്ലെങ്കിൽ വെഹിക്കിൾ മാത്രമാണ് നമ്മൾ കാണുന്ന ഈ ഗ്ലോബ്യൂൾസ് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഷുഗർ ഓഫ് മിൽക്ക്. ഇതൊക്കെ വെഹിക്കിൾസ് മാത്രമാണ്. അപ്പോൾ അല്ലാതെ മരുന്ന് അതിനകത്ത് ഇട്ട് നിങ്ങൾ കൊടുക്കുകയാണെന്ന് മാത്രം. അത്രയേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ ഡോക്ടർ ശ്രീകുമാർ, അദ്ദേഹം ശ്രീകുമാർ ഹോമിയോപ്പതി ക്ലിനിക്കിലെ ഫിസിഷ്യനാണ്. അദ്ദേഹം വളരെ ലളിതമായിട്ടും വിശദമായിട്ടും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാതം എന്താണ്, അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, അത് പ്രോഗ്രസ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട ചില ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈ രോഗാവസ്ഥയെ ഹോമിയോപ്പതി എന്ന് പറയുന്ന വൈദ്യശാസ്ത്ര ശാഖ എങ്ങനെ സമീപിക്കുന്നു, ഹോമിയോപ്പതിയുടെ ചികിത്സാ സാധ്യതകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം അദ്ദേഹം വളരെ ലളിതമായിട്ടും വിശദമായിട്ടും ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി ഞങ്ങളെ എഴുതി അറിയിക്കുക. അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വിഷയമായിട്ട്. ഹാവ് എ ഗ്രേറ്റ് വീക്കെൻഡ്. ബൈ.